അവർ വീട്ടിൽ പെണ്ണുമുള്ള വന്നാൽ ഇവിടെ ഇറങ്ങത്തില്ല, അറിയാവോ? നിങ്ങൾ കാണാ. ചേട്ടൻ എങ്ങനെയുണ്ട് എറണാകുളം KSRTC സൗത്ത് KSRTC? മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ല. മൂത്രം ഒഴിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളം കിടക്കുക. മനസ്സിലാവും. ചവിട്ടാൻ പറ്റുന്നില്ല. ഈ ബസ് സ്റ്റാൻഡോട് കയറി പോകുന്നിടത്ത് വെള്ളം കിടക്കുന്നു. ബസ് കയറി പോകാൻ കൂടെ സ്ഥലമില്ല അവിടെ. സംസ്ഥാനം പിടിക്കുവാണ്. മനസ്സിലാവും. ജനീഷ് കുമാറിനോട് വേണ്ടി അങ്ങോട്ട് അപേക്ഷിക്കുവാണ് ഞാൻ. അത് പിടിക്കുമല്ലോ. തീർച്ചയായിട്ടും ജനീഷ് കുമാറിന് വേണ്ടിയാണ് അപേക്ഷിക്കുന്നത്. മറിച്ച് കുറച്ച് പറഞ്ഞു. അതേസമയം കോട്ടയത്താണെങ്കിൽ സുരേഷ് ഗോപി MP ഉണ്ട്. കോട്ടയം ബസ് സ്റ്റാൻഡ് ഞങ്ങളവിടെ എല്ലാം ശരിയാക്കി വെച്ചത്. സുരേഷ് കുറുപ്പ് MP കോട്ടയം MP ആണ്, MLA ആയിരുന്നു. CPM-ൻ്റെ ആളാണ്. ഇത് CPM-ൻ്റെ ആയിക്കോട്ടെ, ഗണേഷ് കുമാർ മന്ത്രി ആയിക്കോട്ടെ, കൈ എടുക്കുന്നൊക്കെ കിട്ടുമല്ലോ. അദ്ദേഹത്തോട് നേരിട്ട് വന്നത് കാണാൻ പറ. ഈ എറണാകുളം സ്റ്റാൻഡ് അത് വീട്ടിൽ പെണ്ണുമ്പോൾ വന്നാൽ ഇവിടെ ഇറങ്ങത്തില്ല, അറിയാവോ? നിങ്ങൾ കാണാ. ചേട്ടൻ എങ്ങനെ ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുണ്ടോ അവിടെ? നല്ല ശ്വാസം ശ്വസിക്കാൻ പറ്റുണ്ടോ ഇവിടെ KSRTC-യിൽ? ഒരു രക്ഷയില്ല. ഓണാക്കി ഓണാണ് പറഞ്ഞോ. ഒരു രക്ഷയില്ലല്ലോ. ഒരു രക്ഷയില്ല. ചേട്ടന് ഇവിടെ വരാൻ ബുദ്ധിമുട്ടുണ്ട് സത്യത്തിൽ KSRTC? ബുദ്ധിമുട്ടെന്നാൽ ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്നുണ്ട്. എങ്കിലും KSRTC എറണാകുളം ഡിപ്പോയിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് നിങ്ങൾ മാലിന്യം കിടക്കുന്നുണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത്. തീർച്ചയായിട്ടും. ആ ടോയ്ലറ്റിന്റെ മുന്നിൽ തന്നെ മാലിന്യമാണ്, ഇതിന് ചുറ്റും മാലിന്യമാണ്. ഇത് മാലിന്യമില്ല. ഒരു വണ്ടിയെ കയറാൻ നോക്കൂ. ഇവിടെ നമ്മൾ ഞാൻ പറയുന്നത് പിടിക്കണം. ഈ KSRTC സ്റ്റാൻഡിൽ ഈ കെട്ടിടം മൊത്തം പൊളിക്കണം. തീർച്ചയായിട്ടും. ഇഷ്ടം പോലെ സ്ഥലമാണ് കിടക്കണം. മനസ്സിലാണോ? സ്ഥലമുണ്ടോ ഇല്ലയോ? ഉണ്ടല്ലോ. ഈ പൊളിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 വണ്ടി അവിടെ കയറ്റിയിട്ട് പൊളിച്ച് എത്ര പണിയത്തില്ലേ? KSRTC പൈസയുണ്ട്. ഇന്നും മന്ത്രിസഭയെന്നല്ല ഞാൻ പറയാൻ പറ്റും, വിനിയോഗിക്കുന്നില്ല. ഈ കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു KSRTC സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എറണാകുളമാണ്. തീർച്ചയായിട്ടും. ഓക്കെ ഏട്ടാ, താങ്ക്സ് ഏട്ടാ. ഇതുപോലെ ഏറ്റവും പിന്നോട്ട് നിൽക്കുന്ന KSRTC മന്ത്രിയുടെ കാര്യമല്ലോ. പറഞ്ഞോ. എറണാകുളം ഈ കേരളത്തിലെ KSRTC ഡിപ്പോയിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതാണ് ഈ എറണാകുളം ജില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ട് മന്ത്രി പെട്ടെന്ന് ഇതിന് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ സമരം ചെയ്യാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു, യാത്രക്കാരെന്നുള്ള നിലയ്ക്കാണ്. ഓക്കെ ഏട്ടാ, താങ്ക്സ് ഏട്ടാ.